ലിനാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല പഞ്ഞി പോലെ സോഫ്റ്റായ ഉഴുന്ന് ദോശ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ചോറോ അവിലോ ഒന്നും ചേർക്കാതെയാണ് ഈ ദോശ തയ്യാറാക്കുന്നത്. ഈ രീതിയിൽ ദോശമാവ് തയ്യാറാക്കി ദോശ ചുട്ടെടുക്കുകയാണെങ്കിൽ തണുത്ത് കഴിഞ്ഞാലും ദോശ നല്ല സോഫ്റ്റായി തന്നെ ഇരിക്കും. ഈ ദോശ തയ്യാറാക്കാൻ 1 ഗ്ലാസ് ഇഡ്ഡലി റൈസ് എടുത്തിട്ടുണ്ട്. പച്ചരിയേക്കാൾ ഇഡ്ഡലി റൈസാണ് ദോശ തയ്യാറാക്കാൻ കൂടുതൽ നല്ലത്. ഇനി ഇതേ ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ്സിൽ കുറച്ച് താഴെ ഉഴുന്നെടുക്കണം. ഇതിൽ 1 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കാം. ഇതിനെ എടുത്തു വച്ചിരിക്കുന്ന അരിയുടെ കൂടെ ചേർത്ത് എല്ലാം കൂടി നല്ലതുപോലെ കഴുകിയെടുക്കണം. 3-4 പ്രാവശ്യം ഇത് നല്ലതുപോലെ കഴുകിയെടുക്കാം. ഈ കഴുകിയെടുത്ത അരി 4-5 മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വെക്കണം. 5 മണിക്കൂറോളം കുതിർത്തെടുത്ത അരി ഇനി നല്ലതുപോലെ അരച്ചെടുക്കാം. അരി കുതിർക്കാൻ ഉപയോഗിച്ച വെള്ളം തന്നെയാണ് അരി അരയ്ക്കുമ്പോഴും ഉപയോഗിക്കേണ്ടത്. ഈ അരച്ചെടുത്ത മാവ് ഒരു വലിയ ബൗളിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ മാവ് പതഞ്ഞു പൊങ്ങി മറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അരി അരക്കുമ്പോൾ ഒട്ടും തരിയില്ലാതെ വേണം അരച്ചെടുക്കാൻ. മുഴുവൻ അരിയും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 5 മിനിറ്റെങ്കിലും തുടർച്ചയായി ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് മാവ് കൂടുതൽ നന്നായി പൊങ്ങിക്കിട്ടുക. ഇനി ഈ മാവ് കുറച്ച് കാറ്റ് കടക്കുന്ന രീതിയിൽ മൂടി വെച്ച് 10-12 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. തണുപ്പുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ സമയം വെക്കേണ്ടി വരും. തണുപ്പുള്ള സ്ഥലങ്ങളിൽ മാവ് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഇളം ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം 12 മണിക്കൂർ ആയിട്ടുണ്ട്. മാവ് നല്ലതുപോലെ പൊന്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മാവ് കുറച്ച് കട്ടി കൂടുതലാണ്. ഇത് ലൂസാക്കിയെടുക്കാൻ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. മീഡിയം തിക്ക് ബാറ്ററാണ് ദോശമാവിന് വേണ്ടത്. മാവിന് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി ദോശ തയ്യാറാക്കാൻ വേണ്ടി ഒരു തവ ചൂടാക്കിയെടുക്കാം. തവ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഓരോ തവിയായിട്ട് മാവ് കോരി ഒഴിച്ച് പരത്തിയെടുക്കാം. ഇതിനെ അടച്ചു വെച്ച് കൊടുക്കാം. ഏകദേശം 1.5 മിനിറ്റ് ആകുമ്പോൾ ഇതിൻ്റെ അടിവശം വെന്തിട്ടുണ്ടാകും. ആ സമയത്ത് ഇത് തിരിച്ചിട്ട് 1 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തിരിച്ചിടുന്നതിന് മുമ്പ് ദോശയുടെ മുകളിൽ എണ്ണയോ നെയ്യോ പുരട്ടി കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ള മാവും ഇതേപോലെ ചുട്ടെടുക്കാം. ഈ ദോശ തേങ്ങാ ചട്നിയോ തക്കാളി ചട്നിയോ സാമ്പാറിൻ്റെ കൂടെയോ സെർവ് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.